ഇതിനകത്തുള്ളൊരു തമാശ, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വേണ്ട പേരുകാരെല്ലാം വന്നു കഴിഞ്ഞ് അതേഴ്സും കഴിഞ്ഞിട്ട് പിന്നെ ഒരു 20% കാണാതെയും പോയി. ആളുകളുടെ ശതമാനക്കണക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ 20% ഇതിൽ ഉൾപ്പെട്ടിട്ട് തന്നെ ഇല്ല. അതെവിടെ പോയി ആ 20% എന്നുള്ള കാര്യത്തെക്കുറിച്ച് NDTV വ്യക്തമാക്കിയിട്ടുമില്ല. പിന്നെ ഇതിൽ VD സതീശനെയാണ് പ്രധാനമായും പ്രതിപക്ഷത്ത് നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു നേതാവെ അവതരിപ്പിക്കുന്നത്. പക്ഷേ സങ്കടകരമായ കാര്യം, VD സതീശനേക്കാൾ വേണമെങ്കിൽ നമ്മൾ സൂക്ഷിച്ചു നോക്കിയാലേ തിരിച്ചറിയാൻ പറ്റുള്ളൂ രാജീവ് ചന്ദ്രശേഖറിന് 14%, VD സതീശൻ്റെ 18%, അല്ലെങ്കിൽ 22%, തന്നെ വലിപ്പം രാജീവ് ചന്ദ്രശേഖരൻ്റെ 14% ഉണ്ട് എന്നുള്ളത് കാണാതെ പോകരുത്. പിന്നെ ഇത് ഒരു 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 കൃത്യമായ അതിൻ്റെ സാമ്പിൾ സൈസ് എത്രയാണെന്ന് അവർ കൃത്യമായി പറഞ്ഞിട്ടില്ല. രമേശ് ചെന്നിത്തലയെ പോലെ, ഇപ്പോൾ KC വേണുഗോപാലിനെ പോലെയുള്ള നേതാക്കളെ ഒന്നും ഈ പട്ടികയിലേക്ക് അവർ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇടതുമുന്നണിയിൽ നിന്ന് വളരെ കൃത്യമായി സ്വാഭാവികമായും കേരളത്തിൽ അങ്ങനെ തന്നെയാണ് ആ ചർച്ച നടക്കുന്നത്, അല്ലെങ്കിൽ ആ ചർച്ച പോവുക എന്ന മട്ടിൽ പിണറായി വിജയൻ്റെയും KK ശൈലജയുടെയും പേരുകൾ വെച്ചിട്ടുണ്ട്. സാമ്പിൾ സൈസ് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ, സാമ്പിൾ സൈസ് കൃത്യമായി പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് തട്ടിക്കൂട്ട് സർവേ ആണോ എന്നുള്ള സംശയം സ്വാഭാവികമായും ഉയരും. നമ്മൾ പലതരം സർവേകൾ ഇത്രയും കാലത്തെ മാധ്യമപ്രവർത്തനത്തിനിടയിൽ കണ്ടിട്ടുണ്ട്. അതിലേറ്റവും ദുരന്തം സർവേകൾ കണ്ടിട്ടുള്ള ഒരു വർഷമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കണ്ട സർവേകൾ. അതിനു മുമ്പുള്ള പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഏതാണ്ട് അങ്ങനെ തന്നെയായിരുന്നു സർവേകളുടെ ഒരവസ്ഥ. സർവേകൾ പ്രവചിച്ചൊന്നുമല്ല യഥാർത്ഥത്തിൽ നടന്നത് കേരളത്തിൽ എന്നുള്ളതാണ്. ഇതിപ്പോൾ ഒരു മൂഡ് ഓഫ് സ്റ്റേറ്റ് ആണ് ഈ സർവേയുടെ സ്വഭാവം. ആര് ജയിക്കും ആര് തോൽക്കും എന്നൊന്നുമല്ല, ആളുകളുടെ ഒരു മനോനില എന്നുള്ളതാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത്. ആ സർവേയിൽ പക്ഷേ കുറേ കൂടി സത്യസന്ധമാകാമായിരുന്നു NDTVക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്.